Hi students, welcome back to Bosco Campus Vision. I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 7th lecture of Investment Management for S5 BBA students. I am delighted to present the topic Elements of Risk. In this session, we are dealing the topics meaning of risk, causes or sources of risk. Meaning of risk and causes or sources of risk. Let us begin with the meaning of a risk. A risk refers to the degree of uncertainty and or potential financial loss inherent in an investment decision. It is the chance or possibility of loss to others. It may be uncertain situations. All investments involve some degree of risk. All investments involve some degree of risk. Every investment is characterized by return and risk. In general, a risk refers to the possibility of incurring a loss in a financial transaction. A person making an investment expects to get some return from the investment in the future. But future is uncertain, so it is the future expected return. It is this uncertainty associated with the returns from an investment that introduces a risk into an investment. റിസ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഉണ്ടാകുന്ന നഷ്ടം, അതാണ് റിസ്ക്. നമുക്കറിയാം, ഏതൊരു ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് നടത്തുന്നത് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്. ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തായിത്തീരും നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ഇൻഹറന്റ് ക്വാളിറ്റിയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ചാൻസ് ഓർ പോസിബിലിറ്റി ഓഫ് ലോസ്. ഇറ്റ് മേ ബി സം അൺസർട്ടൺ സിറ്റുവേഷൻസ്. നമ്മളിത് പ്രതീക്ഷിക്കുകയാണ്, റിട്ടേൺ ലഭിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. സാധാരണയായിട്ട് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്, ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്നത് ആക്ച്വൽ റിട്ടേണും ഉണ്ട്, എക്സ്പെക്റ്റഡ് റിട്ടേണും ഉണ്ട്. നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിന് യഥാർത്ഥത്തിൽ ആ ഇൻവെസ്റ്റ്മെന്റ് കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന റിട്ടേണിനെ പറയുന്ന പേരാണ് റിയലൈസ്ഡ് റിട്ടേൺ ഓർ ആക്ച്വൽ റിട്ടേൺ. പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ചുകൂടി അധികം എക്സ്പെക്ട് ചെയ്യുകയാണ്, ആ ഇൻവെസ്റ്റ്മെന്റിന് കുറച്ചുകൂടി അധികം പ്രതീക്ഷിക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഈ ആക്ച്വൽ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് എലമെന്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. Next is causes of risk. Which are the causes of risk or sources of risk? First one, wrong method of investment. Second one, wrong timing of investment. Third, wrong quantity of investment. Fourth one, interest rate risk. Next, nature of investment instruments, creditworthiness, maturity period or length of investment, terms of lending, national and international factors, and lastly, natural calamities. First one, wrong method of investment. It is necessary on the part of investor to have complete information on different methods and instruments of investments. A wrong method can lead to complete loss. നമ്മളിപ്പോൾ റിസ്കിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റോങ് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റർക്ക്
ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുൻപേ ഏതൊക്കെ മെത്തേഡ്സ്, ഏതൊക്കെ അവന്യൂസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെന്ന് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, വെദർ ഇറ്റ് ഈസ് ലോങ് ടേം ഓർ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഓർ ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഫണ്ട് ഓർ ഇറ്റ് ഈസ് ഇൻ ഷെയർ ഓർ ഡിബഞ്ചർ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് റിസ്ക് എലമെന്റ് നോക്കി വേണം ഓരോ ഇൻവെസ്റ്റ്മെന്റും കമ്പയർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വെദർ ഇറ്റ് ഈസ് ഇൻ ഷെയർസ് ഓർ ഇൻ ഡിബഞ്ചേഴ്സ് ഓർ ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ ഇൻ മ്യൂച്വൽ ഫണ്ട്, ദെൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റർക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഫുൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നാൽ ആ ലോസ് ഉണ്ടാകുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, റോങ് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സെക്കൻഡ് വൺ, റോങ് ടൈമിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. Wrong method of investment is dangerous. In the same way, timing of investment also plays an important role. It is always profitable to invest in the market when there is recession or when the market is low. When the market is low, the demand is less and the prices are also less. Thus, it is an appropriate time to invest and sell them at high price when the market is at peak. Second point, wrong timing of investment. എപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? ഒരു ഇൻവെസ്റ്റർ ഏത് സമയത്താണ്, കറക്റ്റ് ടൈമിംഗ് എപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? റിസ്ക് കുറച്ചുകൊണ്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റൈസ് ചെയ്യുന്ന റിസ്ക് ഈ ടൈമിങ്ങിന്റെ ബേസിൽ ഏത് രീതിയിൽ കുറച്ചു കൊണ്ടുവരാം? എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ മാർക്കറ്റ് റിസഷൻ സ്റ്റേജിൽ ഇരിക്കുന്നത്, ലോ സ്റ്റേജിൽ, ദാറ്റ് ഈസ് ഡിമാൻഡ് ലോ ആൻഡ് ദി പ്രൈസസ് ആർ ഓൾസോ ലെസ് ഓർ ലോ, ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും മാർക്കറ്റില്. റിസഷൻ കഴിഞ്ഞാൽ പീക്ക് വരും, ബൂം വരും. അപ്പം എപ്പോഴാണോ പീക്ക് പൊസിഷനിലോട്ട് വരുന്നത്, എപ്പോഴാണോ മാർക്കറ്റ് ഈസ് അറ്റ് ബൂം, ആ സമയത്ത് നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് വിൽക്കുകയും അതുവഴിയായിട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, timing of, wrong timing of investment, one of the causes of risk. Third element is wrong quantity of investment. If entire amount is invested in a particular security or a particular type of security, then it may lead to loss with the fall in value of that particular security. It is better to create a balanced portfolio by creating a trade-off between liquidity and profitability. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് റിസ്കിന് കാരണമായ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റിസ്കിന് കാരണമായ തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് റോങ് ക്വാണ്ടിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്ററും അയാളുടെ എൻറ്റയർ സേവിങ്സ് ഒരു സിംഗിൾ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. Instead of that, they tend to invest in a group of securities. Such a group of securities is called a portfolio. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു എന്താണ് പോർട്ട്ഫോളിയോ എന്ന്. ആ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. റിസ്ക് കുറച്ചു കൊണ്ടുവരിക, ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിനെ പറഞ്ഞ പേരാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അന്നേരം ഈ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിക്ക് നഷ്ടം വരികയാണെങ്കിൽ, ഫോൾ ഇൻ പ്രൈസ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്ററുടെ കംപ്ലീറ്റ് എമൗണ്ടിനെയും ഇൻവെസ്റ്റബിൾ ഫണ്ടിനെയും അത് ബാധിക്കും, അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ, ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിൽ ഈ ഇൻവെസ്റ്റബിൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. റോങ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഹൈ റിസ്ക് ഉണ്ടാകും. ദാറ്റ് ഈസ് തേർഡ് എലമെന്റ് ഈസ് റോങ് ക്വാണ്ടിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്.
ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുക. ആ പോർട്ട്ഫോളിയോയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് അടങ്ങുന്നതാണ് പോർട്ട്ഫോളിയോ. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻ കേസ് ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് മാത്രമാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്, അതിനകത്ത് ഒരു എലമെന്റിന് മാത്രമാണ് ഫോളിംഗ് പ്രൈസ് ഉണ്ടാകുകയാണെങ്കിൽ അത് മറ്റ് സെക്യൂരിറ്റീസിന്റെ മറ്റ് ഷെയർസിന്റെ വാല്യൂവിൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. Fourth element is interest rate risk. The fluctuations in interest rate is also one of the factors causing risk. Any increase in interest rate will increase cost of capital, which will further lead to expensive finance. ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ വർധനവ് ഉണ്ടാകുകയാണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും വർധനവ് ഉണ്ടാകും. അത് എക്സ്പെൻസീവ് ഫിനാൻസിലോട്ട് നയിക്കും. Then thereby leads to risk. Then what do you mean by cost of capital? Here, cost of capital is the cost of a company's funds, both debt and equity. Cost of a company's funds. കമ്പനി റേസ് ചെയ്യുന്ന ഫണ്ടിന്റെ യഥാർത്ഥ കോസ്റ്റ്. That is whether it is debentures or it is equity. Cost of debentures, cost of debt, cost of equity, cost of preference shares, etc. അതിനാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ വർധനവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പനിയുടെ ഫണ്ടില് റേസ് ചെയ്യുന്ന ഫണ്ടിലും വ്യത്യാസം ഉണ്ടാകും, കോസ്റ്റിലും വ്യത്യാസം ഉണ്ടാകും. അത് ഒരു എക്സ്പെൻസീവ് ഫിനാൻസിലോട്ട് നയിക്കുകയും അത് റിസ്കിന് കാരണമാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്. The investment instruments can be safe or aggressive and risky. Generally, safe investments leads to less profit than risky and aggressive investments. നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് അവന്യൂസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. വെദർ ഇറ്റ് ഈസ് സേഫ് ഓർ അഗ്രസീവ് ആൻഡ് റിസ്കി. സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ബോണ്ട്സ്, ട്രഷറി ബിൽസ് പോലെയുള്ള റിസ്ക് കുറവാണ്, അതിനോടൊപ്പം റിട്ടേണും കുറവാണ്. ഓൺ ദി അതർ ഹാൻഡ് റിസ്കി ആൻഡ് അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് റിസ്ക് കൂടുതലായിരിക്കും, അതുപോലെ റിട്ടേണും കൂടുതലായിരിക്കും. Aggressive instruments attempts to maximize return by taking a relatively higher degree of risk. ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഒരു ഇൻവെസ്റ്റർ തിരഞ്ഞെടുക്കുക അതനുസരിച്ചായിരിക്കും റിസ്ക് എലമെന്റ്, വെദർ ഇറ്റ് ഈസ് സേഫ് ഓർ അഗ്രസീവ് ആൻഡ് റിസ്കി. This is the assignment from this lecture series. What do you mean by risk? What is expected return and actual return? Write any two sources of risk. Thank you. Thank you students for watching this video.